രഘുവേട്ടനാ ചിലപ്പോ ഈ ചടങ്ങ് എല്ലാ പണക്കങ്ങളും മാറി രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും വീണ്ടും ഒന്നാവാനുള്ള ഒരു വേദിയായി കൂടുന്നില്ലല്ലോ. അല്ല ഞങ്ങളെ ശരിയല്ലേ? അതെ അതെ. എന്നാ പിന്നെ നമുക്ക് കാണാൻ പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആയിക്കോട്ടെ ഞങ്ങളെ. എന്താ പറയാ നിങ്ങൾ കേട്ടോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. നാളെ മോന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാനുള്ളതാണേ. രഘുവേട്ടാ അപ്പൊ ശരി. ആ ശരി. ആ റൈറ്റ്. വരും വരും. അവിടെയാണോ? അല്ല അയ്യോ. എത്രയായി? 200. വാ മോളെ. ആ ദേ അമ്പിളി. അച്ഛനൊരു സൂചന തന്നിരുന്നു, നിങ്ങൾ ചിലപ്പോ ഇന്ന് തന്നെ വന്നേക്കൊന്ന്. ഈ ഭാനുമ്മ മടിച്ചു നിന്നോണ്ടേ ചേച്ചി, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ എത്തിയേനെ. ഞാൻ ഇവിടെ നേരത്തെ എത്തിയിട്ട് എന്തിനാ അമ്പിളി? നാളെ ഇന്ദ്രനും വീട്ടുകാരും വരുമ്പോ ആ വണ്ടിയെ വരാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവരുടെ വരവിനൊരു തീരുമാനം ആയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ മഞ്ചാടി മോളെ തനിച്ചു വിടണ്ടെന്ന് കരുതി ഞാനും കൂടെ ഇങ്ങി പോന്നതാ. എനിക്ക് തനിച്ചു വരാൻ പേടിയൊന്നുമില്ല. ഈ ഭാനുമ്മ കൂടെ ഉള്ളതാ എന്റെ പേടി. ഈ ഭാനുമ്മയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വലിയ പാടാ ചേച്ചി. കൂടെ ഉള്ളവര് ട്രാഫിക് പോലീസിന്റെ പണിയെടുക്കേണ്ടി വരും. വയസ്സായില്ല മക്കളെ, റോഡിലൂടെ ഓടുന്ന ഒരു വണ്ടിക്കും എന്റെ പഴക്കം കാണത്തില്ല. പിന്നെ പുതിയ വണ്ടികൾക്കിടയിലൂടെ പഴയ വണ്ടിക്ക് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഭാനുമ്മ ആ മാഷി ഇവിടെ ഉണ്ടോ മോളെ? ഇല്ല ഭാനുമ്മേ, അച്ഛൻ കുറച്ചു മുമ്പേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിയതാ. അല്ല, നാളത്തെ ചടങ്ങിനുള്ള ആഹാരമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണോ? ഏയ്, ഉച്ചക്കത്തെ സദ്യ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചു ഭാനുമ്മ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓ, ലച്ചുമോൾ എന്ത് ചേച്ചി? ചീരുചേച്ചിയുടെ മുറിയിലാണോ? അല്ല, അവളൊന്ന് മയങ്ങി. ആ, നിങ്ങളൊന്ന് ചീരന്റെ മുറിയിലോട്ട് ചെല്ല്, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓ. വാ ഭാനുമ്മ, നമുക്കേ ചീരുചേച്ചിയെ മോനെ ശരി കാണാം. മോളെ. ചേച്ചി. ആഹാ മഞ്ചാടി. ചേച്ചി ഇപ്പോഴും അമ്പിളി ചേച്ചി പുറത്തിറങ്ങാൻ വിടില്ലേ? ഞാൻ ദേ മോനെ തൊട്ടിൽ കിടത്തിയിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഭാനുമ്മേ സുഖല്ലേ? ആ സുഖായിരിക്കുന്നു മോളെ. മോൻ എന്ത് പറയുന്നു? കുറുമ്പും വാശിയൊക്കെ ഉണ്ടോ? പിന്നെ വാശി പിടിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു രക്ഷയില്ല. അവന്റെ താളത്തിന് നിന്നാ പിന്നെ കുഴപ്പമില്ല. വാവേ, ഭാനുമുത്തശ്ശി എത്ര നാളായി മോനെ കാണാൻ കൊതിക്കുന്നു. എന്താടാ ചുന്ദര ഇങ്ങനെ നോക്കുന്നേ? അച്ചോ, ഭാനുമുത്തശ്ശി എത്ര പരിചയമില്ല അല്ലേ ഇടകുട്ട? അതല്ലേ നീ ഇങ്ങനെ നോക്കുന്നേ? ആയ് തക്കടു തക്കടു കുട്ടാ. ഭാവി വിനയന്റെ വീട്ടിൽ നിന്ന് എത്ര പേര് ചടങ്ങിന് വരും ചേരൂ? ആ വീട്ടിലാകെ 3 പേരല്ലേ ഉള്ളൂ ഭാനുമ്മേ. അവര് തന്നെ വരും. വിനയേട്ടന്റെ നല്ല സ്വഭാവം കാരണം ബന്ധുക്കൾ എല്ലാരും നല്ല അകലം പാലിച്ചിരിക്കുകയാണല്ലോ. അല്ല, മോൻ ജനിച്ച ശേഷം അവൻ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ. നൂലുകെട്ട് ചടങ്ങൊക്കെ ഗംഭീരമാക്കണമെന്ന് അവൻ പറയുന്നതും കേട്ടു. അപ്പോ ഞാൻ കരുതി അവന്റെ ബന്ധുക്കളൊക്കെ ചടങ്ങിന് വരുമെന്ന്. ഇവിടെ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഭാനുമ്മേ. ഇനി ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ തന്നെ 2-3 പേരെ കൂടുതൽ കാണും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും എല്ലാവരും ഉണ്ടാവില്ല ചേച്ചി. ശബരേട്ടനും ചേച്ചി മംഗലാപുരത്തല്ലേ? അതേ ഉള്ളു എനിക്കൊരു വിഷമം. മോന്റെ ചടങ്ങിന് അവരും കൂടെ വരേണ്ടതായിരുന്നു അല്ലേ? ചായ എടുത്തു വെച്ചിട്ടുണ്ട് ഭാനുമ്മേ, ഇനി അത് കുടിച്ചോണ്ടാവാം വിശേഷം പറച്ചില്. എടി നീയും വാ, മോൻ അവിടെ കിടക്കട്ടെ. അവൻ കരയാണെങ്കിലേ ഞാൻ വന്നെടുത്തോളാം. വാ ഭാനുമ്മേ. ആ സീമേച്ചി എത്തിയാ?
വീട്ടിലെത്തിയിട്ട് വിളിക്കണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. നാളെ നിങ്ങൾ പോകുന്നല്ലേ? ആ അതാ ഞാൻ കുറച്ച് വൈകിയത്. അത് സാരമില്ല, വാ